ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അവൽ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വൈകുന്നേര ചായക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1/2 കിലോ അവൽ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക. കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. മൊരിഞ്ഞതിന് ശേഷം നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് 2 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഒറ്റ പ്രാവശ്യം തന്നെ മിക്സിയുടെ ജാർ വലുതാണെങ്കിൽ ഒറ്റ പ്രാവശ്യം തന്നെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനത് 2 പ്രാവശ്യമായിട്ട് നല്ല പോലെ ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് തന്നെ എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ചെറുതാക്കി ചിരകി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു അത്യാവശ്യം കുറച്ച് തേങ്ങ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ അളവൊന്നും പറയണില്ല കേട്ടോ. തേങ്ങ നിങ്ങൾക്ക് കൂടുതലായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിക്കാരം. അപ്പോൾ നല്ല പോലെ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്, നെയ്യിൽ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചച്ചോവ മാറുന്ന വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/4 കിലോ ശർക്കരയാണ് ഉരുക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് വെള്ളത്തിലൊന്ന് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അത് അരിച്ചതിന് ശേഷമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ശർക്കരയിൽ കിടന്നിട്ട് തേങ്ങ ഒന്നൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവൽ ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ ശർക്കരപ്പാനിയുടെ കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നോക്കിയിട്ട് വേണം ശർക്കരപ്പാനി നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. ഒരുപാട് മധുരം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഈ ചേർക്കുന്ന അളവ് പാകമായിട്ടാണ് മധുരം ഉണ്ടാവുക കേട്ടോ. പക്ഷേ ശർക്കരപ്പാനി ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു മധുരമായി കിട്ടും. ഇനി നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്. ഏലക്ക കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ചൂടാകുന്ന സമയത്ത് ഇത് കൈ കൊണ്ടൊന്ന് നല്ല പോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതിൽ അണ്ടിപ്പരിപ്പ്, ബദാം, അതുപോലെ കിസ്മിസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.